ഹായ് ഫണ്ട് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ക്രിപ്റ്റോ വഴി ചെയ്യാൻ പറ്റുന്ന ഫണ്ടഡ് ഫേംസ് ഏതാണെന്ന് ചോദിച്ചിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഈ പറയുന്ന രണ്ട് കമ്പനികളെ കുറിച്ചുള്ള ഒരു കമ്പാരിസം വീഡിയോ ആയിട്ടാണ് മെയിനായിട്ട് നോക്കുന്നത്. അതിൽ തന്നെ ഞാൻ ക്രിപ്റ്റോയിൽ അങ്ങനെ ട്രേഡിംഗ് ആക്ടിവിറ്റീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും വളരെ ശ്രദ്ധിച്ചു വേണം. ഓരോ ഫേംസിനെ കുറിച്ചും നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളും കൂടി ആ ഫേംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എപ്പോഴും നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ അക്കൗണ്ട് എടുക്കേണ്ടത്. മറ്റു കാര്യങ്ങൾ അവർ എപ്പോഴും അവരുടെ FAQ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ FAQ ഒന്നും കൂടി നിങ്ങൾ റിട്ടേൺ ചെയ്ത് ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തിയതിനൊക്കെ ശേഷം നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം എടുക്കാനായിട്ട് നോക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ക്രിപ്റ്റോ ഫണ്ടഡ് ട്രേഡറും ട്രേഡിഫൈയുടെ ഒരു ക്രിപ്റ്റോ അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫേംസിനെ കുറിച്ചാണ്. ട്രേഡിഫൈനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രേഡിഫൈ നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ന്യൂജൻ ഫേമായിട്ട് നിൽക്കുന്ന ഒരു ഫേമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ നല്ല രീതിയിലുള്ള അപ്ഡേഷനും കാര്യങ്ങളും പ്ലാനുകളും എല്ലാ കാര്യങ്ങളും വളരെ അവർ ഫ്യൂച്ചേഴ്സിൽ തന്നെയാണെങ്കിൽ ഏകദേശം 4ഓളം പ്ലാറ്റ്ഫോംസ് ആയിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഒരു അത്രയും പ്ലാറ്റ്ഫോമായിട്ട് ടൈപ്പുള്ള മറ്റൊരു കമ്പനി നിലവിൽ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ട്രേഡിഫൈയിലേക്ക് വരുമ്പോൾ, അവരുടെ ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒന്ന് രണ്ട് പ്ലാൻസ് ആണ് ഉള്ളത്. ഒന്ന് 1 സ്റ്റെപ്പ്, അത് 2 സ്റ്റെപ്പ്, അതേപോലെ നമുക്ക് മറ്റ് ചലഞ്ച് പോലെ തന്നെ ഫണ്ട് ഫസ്റ്റ് നമ്മൾ പാസ്സായതിനു ശേഷം അടയ്ക്കാവുന്ന ഒരു അപ്പെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലുണ്ട്. ഇനി ക്രിപ്റ്റോ ട്രേഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ക്രിപ്റ്റോ ട്രേഡറിൽ നമുക്കൊരു പുതുതായിട്ട് വന്നേക്കുന്ന ക്രിപ്റ്റോയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഫേമാണ്. മറ്റു ഫ്യൂച്ചേഴ്സ് CF അങ്ങനത്തെ ഉള്ള CFD ഫേംസ് കാര്യങ്ങളൊന്നും അല്ല ഇവർ ചെയ്യുന്നത്. ഇവർ ക്രിപ്റ്റോ ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിഫൈ ആണെങ്കിൽ ഫ്യൂച്ചേഴ്സിലും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ ക്രിപ്റ്റോ ഫണ്ട് ട്രേഡറിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെറ്റാ ട്രേഡർ ഫൈൽ ഉണ്ട്, ഒത്തിരി പ്ലാറ്റ്ഫോംസ് അവർക്ക് ടൈപ്പ് ഉണ്ട്. ഇപ്പോഴത്തേക്ക് മാച്ച് ട്രേഡറും ക്രിപ്റ്റോ ഫണ്ട് ട്രേഡറും ഉണ്ട്. അതുപോലെ ട്രേഡിഫൈയിലേക്ക് വന്നാലും മാച്ച് ട്രേഡറൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫണ്ടിങ് ആക്ടിവിറ്റി ആയിട്ടുള്ളത്. ഇവർക്കും ക്രിപ്റ്റോ ഫണ്ട് ട്രേഡറിനും ഇൻസ്റ്റന്റ് ഫണ്ടിങ് ഉണ്ട്, ഫസ്റ്റ് ഫേസ് ഉണ്ട്, 2 ഫേസ് ഉണ്ട്. ഈ രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ്, സോറി, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ക്രിപ്റ്റോ ഫണ്ട് ട്രേഡറിനുള്ളത്. നമ്മുടെ ഇവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒത്തിരി പ്ലാൻസ് നിലവിലുണ്ട്. അതിലിപ്പോ അവർ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ അവർ പുതിയതായിട്ട് അവതരിപ്പിച്ചേക്കുന്ന ഒരു പ്ലാനിനെ കുറിച്ചാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവർ ഒരു അപ്പെക്സ് എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. അപ്പെക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1 സ്റ്റെപ്പ് മോഡലായിട്ടുള്ള പ്ലാനാണ്. അതിൽ തന്നെ അത് ഒരു പ്രൈസ് നമ്മൾ പാസ്സായതിനു ശേഷം നമുക്ക് കൊടുത്താൽ മതി എന്നുള്ള ഒരു ഇതിലാണ് അവരുടെ ആ ഒരു പ്ലാൻസ് നമുക്കുള്ളത്. അത്യാവശ്യം പേ ഔട്ടിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല പേ ഔട്ട് സ്പീഡും ഉള്ള ഒരു കമ്പനി, അതായത് 48 അവേഴ്സിനുള്ളിൽ പേ ഔട്ട് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രേഡിഫൈനെ ഫ്യൂച്ചേഴ്സ് ഫേംസിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനും അവരുടെ പേ ഔട്ട് റിജക്ഷൻ ഒക്കെ വളരെ കുറവുമായിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊക്കെ ആ ഒരു സമയത്ത് ട്രേഡിഫൈനോടുള്ള ഒരു അട്രാക്ഷൻ തോന്നിയത്. അല്ലെങ്കിൽ അതൊരു ന്യൂജൻ ഫേമായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള അവരുടെ ആ ഒരു ഡെലിവറി, അതായത് പെട്ടെന്ന് ഡെലിവറി മീൻസ് അവർ ആ പേ ഔട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ, അതിനുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ അവരിവിടെ നമുക്ക് കുറച്ച് കോമ്പറ്റീഷനും കുറച്ച് പരിപാടികളൊക്കെ ഓൾറെഡി കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഡാറ്റ കാര്യങ്ങളെല്ലാം പോകും. എപ്പോഴും ഏതൊരു ഫേമിലും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ ഫേംസിൽ നിങ്ങൾ രജിസ്റ്റർ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന മെയിൽ ID തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ അവർക്ക് ഓൺ 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 ഡിമാൻഡ് പേ ഔട്ട് ഉണ്ട്, ക്രിപ്റ്റോ പേയ്മെന്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവർ പുതുതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പം അവരുടെ പ്ലാനുകളിലേക്ക് കുറിച്ച് വന്ന അപ്പെക്സിന്റെ 1 സ്റ്റെപ്പ് പ്ലാനിനെ കുറിച്ചാണ് ഇവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം ഇവർക്ക് 10K ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 25 USD ആണ് നമുക്ക് ഇവർക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. 25 USD പ്രോഫിറ്റ് ടാർഗറ്റ് ആണെങ്കിൽ 6% ആണ്. കൺസിസ്റ്റൻസി ഉള്ളതായിട്ട് കാണിക്കുന്നില്ല, നമുക്ക് ഉണ്ടാവില്ല. ഫീ നമുക്ക് 1 ടൈം ആയിട്ടുള്ള ഫീ ആയിട്ടാണ് കാണിച്ചത്. ഇനി ഫണ്ടഡിലേക്ക് വരുമ്പോൾ, ഇനി നമ്മൾ വേറെ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ടതില്ല. ഇനി ഫണ്ടഡിലേക്ക് വരുമ്പോൾ 69 USD കൂടി നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്കൊരു 50K ഒരു അക്കൗണ്ട് വെച്ചിട്ട് ഇത് ചെയ്യാം. മിക്ക കമ്പനികൾക്കും എക്സ്പോഷർ വളരെ കുറവാണ്. 1:5 എക്സ്പോഷർ ഉള്ളൂ. എല്ലാ കമ്പനികളും ആ ഒരു മോഡൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഡ്രോഡ് ഓൺ 4% ആണ് വരുന്നത്, ട്രെയിലിംഗ് ആണ് വരുന്നത്, പിന്നെ അതുപോലെ എൻഡ് ഓഫ് ദ ഡേ ഉണ്ട്. അങ്ങനെ നമുക്ക് അതൊക്കെ പല കാര്യങ്ങളും അവർ ആഡ് ഓൺ കാര്യങ്ങളിലൊക്കെ ആയിട്ടാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഫണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ ഫണ്ട് ട്രേഡിനെ സംബന്ധിച്ചാണ് പറയുന്നത്.
ഇൻസ്റ്റന്റ് ഫണ്ടിങ് ആണ് നമുക്ക് ഒരു 50K ഒക്കെ വരുന്നത് ഏകദേശം 240 USD നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. അത് ക്രിപ്റ്റോനൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. അതുപോലെ സ്കെയിലപ്പ്, നല്ല സ്കെയിലപ്പ് പ്ലാൻ ആണ് എനിക്ക് ഇവരുടെ ക്രിപ്റ്റോ ഫണ്ട് ട്രേഡറിൽ ട്രേഡിഫൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം. അതേപോലെ മാക്സിമം ഡെയിലി ലോസ് 4%, മാക്സിമം ഓവറോൾ ലോസ് 6% ആണ്. അത് ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഏകദേശം 240 ആവുന്നുണ്ട്. അതേപോലെ തന്നെ ലിവറേജ് 1:100. ഈ ഒരു ഇൻസ്റ്റന്റ് ഫണ്ടിൽ 1:100 കിട്ടാന്ന് പറഞ്ഞത് നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ മറ്റ് ബുൾനോക്സ്, അപ്പെക്സിലൊക്കെ നമുക്ക് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് സാറ്റർഡേ സൺഡേസിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ രണ്ട് ഫേംസിൽ നമുക്ക് വീക്കെൻഡ്സിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് വൺ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിപ്റ്റോ ട്രേഡറിലെ ഫണ്ട് ട്രേഡറിന്റെ വൺ സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഡെയിലി ലോസ് 4%, സെയിം മോഡൽ തന്നെ 1:100 ഒക്കെ നമുക്ക് നിലവിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ആ ഒരു വൺ ഫേസിലേക്ക് വരുമ്പോൾ ഇവർ ഏകദേശം വൺ ടൈം ഫീ ആയിട്ട് $619 വരുന്നുണ്ട്. പക്ഷെ ഇൻസ്റ്റന്റിന് ഇൻസ്റ്റന്റ് അവരുടെ 5K അല്ല കേട്ടോ, അത് 50K അല്ല, 5K ആണ് $240. അങ്ങനെ അത്രയും പ്രൈസ് ഡിഫറൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് നോക്കിയതാണ്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇൻസ്റ്റന്റ് 5K USD ആണ് $240. ഫസ്റ്റ് ഫേസ് 50K ആണ് $369 എക്സ്പെൻസ് വരുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഇവരുടെയിലാണെന്നുണ്ടെങ്കിൽ 50K നമുക്ക് വൺ സ്റ്റെപ്പ് ഇവാലുവേഷൻ പ്ലാൻ ആയിട്ടുള്ളതാണ്. നമുക്ക് വിത്ത് പ്രോഫിറ്റ് ടാർജറ്റ് 6% ആണ്. അതേപോലെ തന്നെ ഫീസ് വൺ ടൈം ഫീ ആയിട്ടാണ് കാണിച്ചത്. നമുക്കിപ്പോൾ അവരടയ്ക്കാൻ, അതുപോലെ തന്നെ ഫണ്ടഡ് ആൻഡ് ഗെറ്റ് പെയ്ഡ് ഇത് ട്രേഡ് ക്യാപിറ്റൽ 80% പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നുണ്ട്. 8% പേ ഔട്ട് ഫ്രീക്വൻസി നമുക്ക് ഓൺ ഡിമാൻഡ് ആണ് കൊടുക്കുന്നത്. 5 ദിവസത്തേക്ക് ഓൺ ഡിമാൻഡ് എന്നുള്ള ഓപ്ഷൻസ്. കൺസിസ്റ്റൻസി 40 ഉണ്ട്. ട്രേഡിംഗ് ഡേ യു ക്യാൻ എക്സ്റ്റെൻഡ് 40% കൺസിസ്റ്റൻസി ഉണ്ട്. ഫണ്ടഡ് അക്കൗണ്ട്സിൽ ആക്ടിവേഷൻ ഫീസ് നമുക്ക് $199 വീണ്ടും എക്സ്ട്രാ വരും. അങ്ങനെ നോക്കുമ്പോൾ $264 നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇൻ കേസ് നമ്മൾ ഈ ഒരു വൺ ഫേസ് എടുത്തിട്ട് നമ്മൾ ഫെയിൽ ആവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ $369 പോകും. ഇവിടെ നമുക്ക് ട്രേഡിഫൈയിൽ അങ്ങനെയല്ല, നമുക്ക് $69 അടച്ചു കഴിഞ്ഞാൽ പിന്നെ പാസ്സായതിനു ശേഷം 199 കൊടുത്തത്. അപ്പൊ അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഇൻ കേസ് ഒരു ഫെയിൽ ആയാൽ നമ്മുടെ 369 ഒറ്റ അടിക്ക് പോവത്തില്ല വൺ ഫേസിൽ. അപ്പൊ ഇതൊരു കുറച്ചൊരു അവരുടെ ആൽഫ എക്സ് എന്ന് പറയുന്ന ഒരു ഇതായിട്ടാണ്, പ്ലാനാണ് അവരുടെ. അപ്പോൾ ഇവർ അത്യാവശ്യം ഡിസ്കോഡിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഫേമും കൂടിയാണ്. ട്രേഡിഫൈയുടെ അപ്പെക്സ് പ്ലാനും ഇവരെ ഫസ്റ്റ് ഫേസ് പ്ലാനും ആണ് നമ്മൾ കമ്പാരിസം നടത്തിയത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അപ്പെക്സ് എന്ന് പറയുന്ന അവരുടെ പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം, നമ്മൾ $64 അടച്ചാൽ മതി, പാസ്സായതിനു ശേഷം അടച്ചാൽ മതി. ഇനി ഇവരൊരു വൺ സ്റ്റെപ്പ് ചലഞ്ച് കാണിക്കുന്നുണ്ട്. വൺ സ്റ്റെപ്പിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്ര ഇത് എടുക്കാം, അവരെ 50K വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കമ്പനിയായിട്ട് ക്രിപ്റ്റോ ഫണ്ട് ട്രേഡ് ഡയറക്റ്റ് നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് $252 എക്സ്പെൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 369 വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴും പ്രൈസ് വെച്ച് നോക്കുമ്പോഴും നോക്കുമ്പോഴും രണ്ട് കമ്പാരിസത്തിലും ഇവിടെ ഒരു $100 ഡിഫറൻസ് ഫസ്റ്റ് ഫേസിന്റെ ആ ഒരു ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി ടു സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, ടു സ്റ്റെപ്പിൽ രണ്ട് ഫേസ് ടു സ്റ്റെപ്പ് ആയിട്ടുള്ള കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെയിലി ലോസ് 5%, മാക്സിമം ഓവറോൾ ലോസ് 10% ഓവറോൾ ലോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ എക്സ്പോഷർ 1:100 ഉണ്ട്. പക്ഷെ ഇവർ എക്സ്പോഷർ വളരെ കുറവാണ് എക്സ്പോഷർ കൊടുക്കുന്നത്. 1:5 ആണ് നമുക്കിവിടെ കൊടുക്കുന്നത്. അതേപോലെ ടു സ്റ്റെപ്പിലേക്ക് വന്നാൽ ഇവർക്ക് $210 വരുന്നുള്ളൂ. ഇവിടെ $389 വരുന്നുണ്ട്. എക്സ്പോഷറിന്റെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മാക്സിമം ലോസ് നമുക്ക് ഇവരിൽ വളരെ കുറവാണ്. അവിടെ നമുക്ക് 50K അക്കൗണ്ടിൽ അത്യാവശ്യം നല്ലൊരു ഡ്രോ ഡൗൺ എടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. മാക്സിമം ഡ്രോ ഡൗൺ എടുക്കാനുള്ളതുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക് ഡ്രോ ഡൗൺ ആണുള്ളത്. അപ്പൊ അതും ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ട്രേഡിഫൈ ഓക്കെയാണ്, പേ ഔട്ടിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. ക്രിപ്റ്റോ ഫണ്ട് ട്രേഡറും പേ ഔട്ടിന്റെ കാര്യത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ച് റിവ്യൂസ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് നെഗറ്റിവിറ്റി കാര്യങ്ങൾ, നല്ല ബിഗ് എമൗണ്ട്സ് വരുമ്പോൾ IP അഡ്രസ് റൂള് ക്രിപ്റ്റോ ഫണ്ട് ട്രേഡറിന് കുറച്ച് കംപ്ലൈൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ ഇൻസ്റ്റന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇൻസ്റ്റന്റ് നമുക്ക് ഇവര് 50K ഇല്ല നമ്മുടെ ക്രിപ്റ്റോ ഫണ്ട് ട്രേഡറിന്. പക്ഷെ ഇവർക്ക് 50K ഉണ്ട്, ട്രേഡിഫൈക്ക് 50K ഉണ്ട്. എന്നാൽ നമുക്ക് 5K വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ നടത്തിയാൽ $66 ആണ് വരുന്നത്. പക്ഷേ മാക്സിമം ലോസ് കാണിക്കുന്നത് $300 കാണിക്കുന്നത്. അപ്പൊ അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. നമുക്ക് ഇവിടെയും നോക്കിയാലും 6% തന്നെയാണ്, 300 തന്നെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കിയാൽ നമുക്ക് ഇവിടെ എക്സ്പോഷർ, അതാണ് ഒരു പ്രശ്നം വരുന്നത്.
അതേപോലെ തന്നെ പേ ഔട്ട് ലോക്ക് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻസ് കുറേ കാര്യങ്ങളുണ്ട്. കൺസിസ്റ്റൻസി 20% നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇൻസ്റ്റന്റ് ഫണ്ടിൽ കൺസിസ്റ്റൻസി ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്ലാറ്റ്ഫോം ക്രിപ്റ്റോ ട്രേഡർ സംവിധാനം മെറ്റാ ട്രേഡർ ഉണ്ട്, മാച്ച് ട്രേഡർ ഉണ്ട്, ബൈബിറ്റ് ഉണ്ട്. ബൈബിറ്റിന്റെ പ്ലാറ്റ്ഫോമും കൂടി ക്രിപ്റ്റോ ഫണ്ട് ട്രേഡറിൽ അവൈലബിൾ. ഇവിടെ നമുക്ക് മാച്ച് ട്രേഡർ മാത്രമാണ്, നമുക്ക് MT5 മാത്രമാണ് ട്രേഡിഫൈയിൽ അലവേർഡ് ആയിട്ടുള്ളത്. അപ്പൊ അതൊരു പ്രശ്നമാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു, എനിക്ക് ഇതിൽ രണ്ട് ഫേമുമായിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ ഒന്ന് പേ ഔട്ടിന്റെ സെക്യൂരിറ്റി കാര്യങ്ങളിലും വച്ച് നോക്കുമ്പോൾ ട്രേഡിഫൈ ആയിട്ടാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. പ്രൈസ് കമ്പാരിസത്തിലും ഇവരാണ് ബെറ്റർ. പക്ഷെ എക്സ്പോഷർ വളരെ, ലിവറേജ് വളരെ കുറവാണ്. 5:1 എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് നിലവിൽ ഇവർ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതൊരു കുറച്ച് ഡ്രോ ഡൗൺ ബാക്ക് ആയിട്ട് തന്നെ ട്രേഡിഫൈഡ് തോന്നുന്നുണ്ട്. കൺസിസ്റ്റൻസിയും വരുന്നുണ്ട്, ഇവർക്കാണ് കൺസിസ്റ്റൻസി വരുന്നില്ല. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒരു $64 കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് അത്രയും എമൗണ്ട് കുറച്ച് വരുമ്പോൾ നമുക്ക് എക്സ്പോഷർ കുറച്ചുള്ളൂവെങ്കിലും നമുക്ക് അത്ര വലിയ നഷ്ടമൊന്നും വരാനില്ല. കൺസിസ്റ്റൻസി ഉണ്ടാകും. അത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് മാത്രം എടുക്കാം. ഈ രണ്ട് ഫേംസിനെ കമ്പാരിസത്തിൽ ഒറ്റ കാര്യം ഞാൻ പറയാം, രണ്ടിന്റെയും ഡിഫറൻസ് ഇതിലാണ് വരുന്നത്. ഒരു ഫേം ഒരു കോൺസെൻട്രേഷൻ മുഴുവൻ ക്രിപ്റ്റോ ഫണ്ട് ട്രേഡറിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺസെൻട്രേഷൻ മുഴുവൻ ക്രിപ്റ്റോ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ടാണ് ബൈബിറ്റ് ഒക്കെ ഇട്ട് നല്ല ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ ഇട്ട് ടൈപ്പ് വന്നേക്കുന്നത്. ഏകദേശം 700ഓളം ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡിഫൈലാണെങ്കിൽ നമുക്ക് ഏകദേശം 450 ഇൻസ്ട്രുമെന്റ്സ് ആണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഇതിൽ എൻഡ് ഓഫ് ദ പറയുകയാണെന്നുണ്ടെങ്കിൽ, പേ ഔട്ടിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ട്രേഡിഫൈ ക്രിപ്റ്റോ നല്ലൊരു ഫേമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ അവരുടെ ഏറ്റവും നല്ലൊരു പ്ലാൻ അപ്പെക്സ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതേപോലെ തന്നെ ക്രിപ്റ്റോ ഫണ്ട് ട്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് 2 ഫേസ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉള്ളത്. കാരണം പേയ്മെന്റിൽ കുറച്ച് ഇതുണ്ട്. അതേപോലെ വലിയ രീതിയിലുള്ള പേ ഔട്ടിലേക്കൊക്കെ പോകുന്നവർക്ക് ചെറിയ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ IT റൂളിന്റെ ഇഷ്യൂസ് ഇവർ കണ്ടെത്തിയിട്ട് ബാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമായിട്ടും തോന്നുന്നുണ്ട്. രണ്ടും ഡിഫറെന്റ് മേഖലകളാണ്. ഒന്ന് ക്രിപ്റ്റോ ഫണ്ട് ട്രേഡർ ക്രിപ്റ്റോയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ട്രേഡിഫൈ എല്ലാ ഫീച്ചേഴ്സിലും കൂടി ഉണ്ട്. അത് തന്നെ ഒരു ഡിഫറെന്റ് ആണ്. ട്രേഡിഫൈ നമുക്ക് കുറച്ചുകൂടി ഗ്യാരണ്ടീഡ് ആയിട്ട് പേ ഔട്ട് കിട്ടും എന്ന് പറയാം. പക്ഷെ പ്ലാൻസ് നിങ്ങൾ നല്ല രീതിയിൽ കമ്പാരിസൺ നടത്തിയതിന് മാത്രം ശേഷം എടുക്കാം. ട്രേഡിഫൈയിൽ എനിക്ക് അപ്പെക്സ് ആണ് ഒരു പ്ലാൻ ആയിട്ട് നല്ലതായിട്ട് തോന്നുന്നത്. ഇപ്പുറത്ത് നമുക്കൊരു 2 ഫേസ് ആണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പൊ രണ്ടും നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം ട്രേഡ് ചെയ്യാം. ഞാൻ എടുത്തു പറയുന്നു, ഞാൻ ഈ കമ്പാരിസൺ നടത്തുമ്പോൾ ഞാൻ ഈ രണ്ട് ഫേംസിലും അക്കൗണ്ട്സോ കാര്യങ്ങളോ എനിക്ക് നിലവിലില്ല. ഞാൻ അങ്ങനെ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്ന ആളല്ല. എന്തായാലും നമുക്ക് ഫണ്ട് ട്രേഡിംഗ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതേപോലെ നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് നമ്മൾ ലൈവ് ട്രേഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും ഫ്രീ ആക്സസ് ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. 7 മണി മുതലുള്ള ES-ലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ്, അഥവാ S&P 500-ലാണ് നമ്മൾ ലൈവ് ട്രേഡ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണ് ട്രേഡിംഗ് മാത്രം ട്രേഡ് എടുത്തിട്ട് ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ പാസ് ആകുന്നതിന് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാം.